രോഗങ്ങളും ദുരന്തങ്ങളും തകർത്ത ഒരു കുടുംബം ഭക്ഷണം കഴിക്കാനും ചികിത്സ ലഭ്യമാക്കുന്നതിനുമായി സഹായം തേടുന്നു. പൂപ്പാറ മുള്ളൻതണ്ട് കൊച്ചിക്കാട്ടിൽ ചെല്ലപ്പനും ഭാര്യ പുഷ്പയുമാണ് ജീവനും ജീവിതവും തിരികെ പിടിക്കാൻ സഹായം തേടുന്നത്. കൂലിപ്പണിക്കാരനായ ചെല്ലപ്പൻ 8 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായി. ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ ഇടതുകാലിന്റെയും വലതുകൈയുടെയും ചലനശേഷി ഭാഗികമായി തിരിച്ചു കിട്ടിയെങ്കിലും ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഭാര്യ പുഷ്പവല്ലി കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. 1 മാസം മുമ്പ് പുഷ്പ തളർന്നു വീണു. പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ കിടന്ന ഇവരെ ചില പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് ആദ്യം രാജകുമാരി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തേനി മെഡിക്കൽ കോളേജിലും എത്തിച്ചത്. പുഷ്പയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. മധുര മെഡിക്കൽ കോളേജിൽ പോകാൻ പൈസ ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ നാട്ടുകാരാണ് സഹായിച്ചതും. അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് യാതൊരുവിധ ധനസഹായങ്ങളും ഇല്ല. മക്കളാണെങ്കിലും ഇല്ല, ആൺമക്കളാരും ഇല്ല സഹായിക്കാൻ. ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒരു മോള് മരണപ്പെട്ടതാണ് നേരത്തെ. അപ്പോൾ ഈ മോള് മാത്രമേ ഉള്ളൂ. അത് മോളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേറെ ആരും ഒരു സഹായം ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ സുമനസ്സുള്ള ആൾക്കാർ അവരെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തേനിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മധുരയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കഴുത്തിലെ അസ്ഥി തേയുന്ന അപൂർവ രോഗവും രക്തം കട്ടപിടിക്കുന്ന അസുഖവുമാണ് പുഷ്പയ്ക്കെന്ന് കണ്ടെത്തിയത്. ജീവൻ നിലനിർത്താൻ ഇടുപ്പിൽ നിന്നും അസ്ഥിയെടുത്ത് കഴുത്തിൽ വെച്ചുപിടിപ്പിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത തുക കൊണ്ട് ശസ്ത്രക്രിയ നടത്തി. 2 ആഴ്ച മുമ്പ് പുഷ്പയെ വീട്ടിലെത്തിച്ചെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഭക്ഷണം കഴിക്കാനാവാത്തതിനാൽ ട്യൂബ് വഴി പാലും പഴച്ചാറും മാത്രം നൽകിയാണ് പുഷ്പയുടെ ജീവൻ നിലനിർത്തുന്നത്. തുടർ ചികിത്സ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും പണം വേണം. വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനും ചെല്ലപ്പന് മരുന്ന് വാങ്ങാനും പണമില്ലാതെ വിഷമിക്കുന്ന ഈ കുടുംബത്തിന് പുഷ്പയുടെ തുടർ ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. മൊത്തം ഇതായി ശേഷിയിലാണ്ടായി കംപ്ലീറ്റ് ശേഷിയില്ല. കാല് പൊങ്ങൂല, കൈ പൊങ്ങൂല. എനിക്കും പറ്റില്ല. എനിക്കൊരു കൈയും പറ്റില്ല, കാലും പറ്റില്ല. ഒരാഴ്ച തന്നെ കൊണ്ട് ഈ കുലിപ്പണി കൈക്ക് പോലും ശേഷിയില്ല, ഒരു കാലം ശേഷിയില്ല. എന്നെ കൊണ്ട് നിവർത്തിയില്ല ജീവിക്കാൻ. എൻ്റെ ഒരു മോള് മരിച്ചുപോയി. ആരോഗ്യമുള്ള ഒരു മണയെ കടിച്ചു വിട്ടു. അവിടെ പണിക്ക് പോയി കഞ്ഞി കൊണ്ടത് എനിക്ക് ആർക്കും എനിക്ക് പണിക്ക് പോകാൻ ഇനിയിപ്പോൾ 10 ദിവസം പോകാൻ വേണ്ടി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു നിവൃത്തിയില്ല. ഞാൻ ജനങ്ങൾ സഹായിച്ചാൽ മാത്രമേ എനിക്ക് പോകാനുള്ളത്. വരെ എനിക്ക് ഒരു നിവൃത്തിയില്ല. മൂത്ത മകൾ ദിവ്യയെ നേരത്തെ വിവാഹം ചെയ്തയച്ചു. ഇളയമകൾ വിദ്യ 2 വർഷം മുമ്പ് തൃപ്പൂണിത്തുറയിൽ ജോലിക്ക് പോയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ചു. ചികിത്സാ സഹായം സ്വീകരിക്കാൻ പുഷ്പയുടെ പേരിൽ യൂണിയൻ ബാങ്ക് പൂപ്പാറ ശാഖയിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. പുഷ്പയുടെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകൾ കനിയണം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.